ഹലോ ഫ്രണ്ട്സ്, PSC സ്ട്രൈക്കേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയും അതിനനുബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ ആമുഖത്തിൻ്റെ ആശയം കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ ആമുഖത്തിൻ്റെ ആശയം കടം കൊണ്ടിരിക്കുന്നത്? USA. ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന്? ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന്? 1946 ഡിസംബർ 13. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, താക്കോൽ, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്? തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര്? താക്കൂർദാസ് ഭാർഗവ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട്? ഒരു പ്രാവശ്യം. 1976 42-ാം ഭേദഗതി പ്രകാരം. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ. 42-ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ: സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏതു കേസിലാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ഏതു കേസിലാണ്? 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്ന്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചതെന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത് എന്ന്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത് എന്ന്? 1947 ഓഗസ്റ്റ് 14. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്ന്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്ന്?
1947 ഓഗസ്റ്റ് 29. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര്? B.R. അംബേദ്കർ. മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ. മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്ന്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്ന് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്. 1950 ജനുവരി 26. ദേശീയ നിയമദിനം എന്ന്. ദേശീയ നിയമദിനം എന്ന് നവംബർ 26. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സെഷനുകൾ. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സെഷനുകൾ 11. ഭരണഘടന തയ്യാറാക്കാൻ സമ്മേളിച്ച ദിവസങ്ങൾ. ഭരണഘടന തയ്യാറാക്കാൻ സമ്മേളിച്ച ദിവസങ്ങൾ 165. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം 395. 8 പട്ടിക അഥവാ ഷെഡ്യൂൾ, 22 ഭാഗം അഥവാ പാർട്ട്. ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികയുടെയും ഭാഗങ്ങളുടെയും എണ്ണം. ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികയുടെയും ഭാഗങ്ങളുടെയും എണ്ണം 12 പട്ടിക 25 ഭാഗം. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആര്? നന്ദലാൽ ബോസ്, ആധുനിക ഇന്ത്യൻ പെയിന്റിങ്ങിന്റെ പിതാവ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആര്? B.N. റാവു. ഭരണഘടനയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബെഹാരി നരേൻ റൈസാദ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിർമ്മാതാവ് മനു. ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ്. ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് ഹമ്മുറാബി. ആധുനിക മനു, ആധുനിക ബുദ്ധ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ആര്? ആധുനിക മനു, ആധുനിക ബുദ്ധ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ആര്? B.R. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി B.R. അംബേദ്കർ. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആര്? B.R. അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരംഭിച്ചത് ആര്? ബഹിഷ്കൃത ഹിതകാരിണി സഭ ആരംഭിച്ചത് ആര്? B.R. അംബേദ്കർ. അംബേദ്കർ ആരംഭിച്ച പത്രങ്ങൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ. മൂഗ് നായക്, ബഹിഷ്കൃത ഭാരത് എന്നിവ. അംബേദ്കർ ജയന്തി എന്ന് ഏപ്രിൽ 14. മഹർ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? മഹർ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? B.R. അംബേദ്കർ. അംബേദ്കറുടെ ചരമദിനം ഡിസംബർ 6 ആചരിക്കപ്പെടുന്നത് എന്തായിട്ടാണ്? അംബേദ്കറുടെ ചരമദിനം ഡിസംബർ 6 ആചരിക്കപ്പെടുന്നത് എന്തായിട്ടാണ്? മഹാപരിനിർവാൺ ദിവസ്.
ഭരണഘടനയുടെ ഒന്നാം ഭാഗം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഒന്നാം ഭാഗം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? യൂണിയനും ഭൂപ്രദേശവും. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെ? ആർട്ടിക്കിൾ 1 അനുസരിച്ച് ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം. ക്വാസി ഫെഡറൽ. പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം ആർക്ക്? പാർലമെന്റിന്. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 3. 1948 രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ. 1948 രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ എസ്.കെ. ധർ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. 1953 ഒക്ടോബർ 1. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായി സത്യാഗ്രഹം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായി സത്യാഗ്രഹം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന്? സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന്? 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.